ഹലോ എവരിവൺ. ഈ വീഡിയോയിലുള്ളത് ബേസിക് ഇലക്ട്രോണിക്സിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഒബ്റ്റെയിൻ മോർ ഹോൾസ് എ പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ ഈസ് ഡോപ്ഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻസ്: എ ആർസനിക്, ബി ആന്റിമണി, സി ഫോസ്ഫറസ്, ഡി ബോറോൺ. പ്യുവർ സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ കൂടെ ഏത് മെറ്റീരിയൽ ഡോപ്പ് ചെയ്താലാണ് കൂടുതൽ ഹോൾസ് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. Correct answer is option D, boron. Second question, barrier potential of silicon diode is approximately. Options: A 0.3 volt, B 0.4 volt, C 0.7 volt, D 0.9 volt. So silicon diode barrier potential നമുക്കറിയാം 0.7 volt ആണ്. Option C. Third question, atomic number of germanium. Options: A 38, B 30, C 32, D 34. ജർമേനിയത്തിന്റെ ആറ്റമിക് നമ്പർ 32 ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ എമിറ്റർ ഓഫ് ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ്. ഓപ്ഷൻസ്: എ മോഡറേറ്റ്ലി ഡോപ്ഡ്, ബി ഹെവിലി ഡോപ്ഡ്, സി ലൈറ്റ്ലി ഡോപ്ഡ്, ഡി നോട്ട് ഡോപ്ഡ്. സോ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ എപ്പോഴും ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലൈറ്റ്ലി ഡോപ്പ് ചെയ്യുന്നത് ബേസ് റീജിയൻ ആണ്. മോഡറേറ്റ്ലി ഡോപ്പ് ചെയ്യുന്നത് കലക്ടർ റീജിയൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എൻ ആക്റ്റീവ് കോമ്പണന്റ്. ഓപ്ഷൻസ്: എ റെസിസ്റ്റർ, ബി ഡയോഡ്, സി കപ്പാസിറ്റർ, ഡി ഇൻഡക്ടർ. സോ ആർ എൽ സി ഇതൊക്കെ എന്താണ്? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ പാസീവ് കോമ്പണൻസ് ആണ്. സോ ഇതിനകത്ത് ആക്റ്റീവ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഡയോഡ് മാത്രമാണ്. ഓപ്ഷൻ ബി. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് that a diode can withstand is referred as. Options: A peak inverse voltage, B barrier voltage, C threshold voltage, D knee voltage. So maximum reverse voltage that a diode can withstand is referred as peak inverse voltage. Option A. Seventh question, the connection of a Zener diode in a circuit is always dash. Options: A forward biased, B in series, C reverse biased, D positively biased. എപ്പോഴും Zener diode കണക്ട് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഓപ്ഷൻ സി റിവേഴ്സ് ബയാസ്ഡ് is the correct answer. Eighth question, a full wave bridge rectifier uses dash diodes, dash number of diodes. Options: A 1, B 2, C 3, D 4. സോ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയറിന് 4 നമ്പർ ഓഫ് ഡയോഡ്സ് വേണം. ഓപ്ഷൻ ഡി. നയൻത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഇസ് എൻ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി. ഓപ്ഷൻസ്: എ ആന്റിമണി, ബി സിലിക്കൺ, സി ബോറോൺ, ഡി ജർമേനിയം. സോ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞ ഇതിനകത്ത് ഓപ്ഷൻ സി ബോറോൺ ഇസ് ദ റൈറ്റ് ആൻസർ. 10th question, base of transistor is dash doped. Options: A heavily doped, B very lightly, C moderately, D not. നേരത്തെ പറഞ്ഞു ട്രാൻസിസ്റ്ററിന്റെ ബേസ് റീജിയൻ എപ്പോഴും ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പം ഓപ്ഷൻ ബി വെരി ലൈറ്റ്ലി ഇസ് ദ കറക്റ്റ് ആൻസർ. 11th question, the critical value of loop gain of an oscillator KAV എത്രയാണ് അതിന്റെ വാല്യൂ? ഓപ്ഷൻസ്: എ ഈക്വൽ ടു 1, ബി ലെസ് ദാൻ 1, സി ഗ്രേറ്റർ ദാൻ 1, ഡി ഈക്വൽ ടു 0. KAVന്റെ വാല്യൂ, KAV എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? ഈക്വൽ ടു 1 ആണ്. ഓപ്ഷൻ എ. 12th question, time period of 100 second alternating quantity is. Options: A 0.05 seconds, B 0.02 seconds, C 0.03 second, D 0.01 seconds. So ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ ചെയ്യും? T is equal to 1/f ആണ്. സോ 1/100 എന്ന് പറഞ്ഞാൽ 0.01. സോ ഓപ്ഷൻ ഡി 0.01 seconds is the right answer. 13th question, in a BJT beta equal to
ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് BJTയില്? ഓപ്ഷൻസ് A 1 beta equal to 1 minus alpha by alpha, B beta equal to 1 plus alpha by alpha, C beta equal to alpha by 1 plus alpha, D beta equal to alpha by 1 minus alpha. So beta equal to alpha by 1 minus alpha is the right answer. 14th question. Power rating of low power transistors are option A up to 10 watts, B up to 20 watts, C less than 2 watts, D up to 15 watts. Low power transistor power rating less than 2 watts ആണ്. Option C. 15th question. Which of the following is known as metal rectifier? Options A gas tube diode, B silicon diode, C copper oxide rectifier, D all of the above. Option C copper oxide rectifier നെയാണ് metal rectifier എന്ന് പറയുന്നത്. 16th question. Name the element used as impurity to produce N-type semiconductor. Options A gallium, B boron, C aluminum, D arsenic. So ഏതാണ്? ബോറോൺ അല്ല, നേരത്തെ പഠിച്ചിട്ടുണ്ട്, നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. അലുമിനിയം അല്ല, ഗാലിയം അല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ആർസനിക്. അൺടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർസനിക് ആണ് യൂസ് ചെയ്യുന്നത്. 17th question. Diode is a dash. Option A multi-directional device, B unidirectional device, C bidirectional device, D none of the above. ഡയോഡ് എന്താണ്? ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ഇതിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഡയോഡ് ഒരു യൂണിഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 18th question. IGBT stands for dash. Option A integrated gate bidirectional transistor, option B integrated gate blocky transistor, C integrated gate bipolar transistor, D insulated gate bipolar transistor. So IGBT means insulated gate bipolar transistor. 19th question. Which of the following transistors can be used in enhancement mode? A UJT, B JFET, C MOSFET, D NPN transistor. So ഇതിനകത്ത് എൻഹാൻസ്മെന്റ് മോഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് ഉണ്ട് അല്ല. ഓപ്ഷൻ സി. 20th question. Conduction in a JFET is always by the dash. Option A majority carriers, option B minority carriers, C holes, D electrons. So JFET എന്ന് പറയുന്നത് യൂണിപോളാർ ഡിവൈസ് ആണ്. സോ ഇത് ഒരു മെജോറിറ്റി ക്യാരി ഡിവൈസ് ആണ്. Conduction happens in a JFET by majority carriers. Option A is the right answer. So ഈ വീഡിയോയിൽ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. താങ്ക് യു.